Hi friends, I'm Susan. Welcome to my channel. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ബനാന കേക്ക് റെസിപ്പിയാണ്. നല്ലതായിട്ട് പഴുത്ത പഴമോ ഏത്തയ്ക്കായോ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണിത്. നല്ല മയമുള്ള സോഫ്റ്റായ ബനാന കേക്ക്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണേ. അപ്പോൾ നമുക്ക് ബനാന കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. 1/2 കപ്പ് ഷുഗർ ഒരു പാനിൽ വെച്ച് ചൂടാക്കി കാരമലൈസ് ചെയ്യാൻ വെക്കാം. ഷുഗർ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നിങ്ങൾക്ക് കാണാം അതിൻ്റെ കളർ മാറി വരുന്നത്. ഇതാദ്യമേ ചെയ്തു വെച്ചാൽ അവിടെ ഇരുന്ന് തണുത്ത് കിട്ടും. അതിനുശേഷം ബാറ്ററിൽ മിക്സ് ചെയ്യാം. കണ്ടിന്യൂസ് ഇളക്കി നല്ല ബ്രൗൺ നിറമാകുമ്പോൾ മാറ്റാം. നല്ല കളറായിട്ടുണ്ട്, നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ട്. ഇത് മതി. പാൻ ഫ്ലെയിമിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. വളരെ ശ്രദ്ധിച്ചൊഴിക്കണം. ഇളക്കി കൊടുക്കാം. അടിയിൽ ചിലപ്പോൾ കട്ട പിടിച്ചിരിക്കും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് അലിഞ്ഞു വന്നോളും. വീണ്ടും ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് ബോയിൽ ചെയ്യാം. അല്പം തിക്ക് സിറപ്പാക്കി എടുക്കാം. കാരമലൈസ്ഡ് സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് സൈഡിൽ തണുക്കാൻ വെക്കാം. ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ എടുക്കാം. മൈദയോ ഗോതമ്പ് പൊടിയോ എടുക്കാവുന്നതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബൈകാർബണേറ്റ് ഓഫ് സോഡയും ചേർക്കാം. എല്ലാം കൂടെ നന്നായി ഇളക്കി ഒന്ന് ഇടഞ്ഞെടുക്കാം. ബേക്കിംഗ് പൗഡറും സോഡയും മൈദയുമായി നന്നായി മിക്സ് ആകാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഷുഗർ പൊടിച്ചെടുക്കണം. 1-1.25 കപ്പ് ഷുഗർ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക. ഷുഗർ മിക്സ് ചെയ്യുമ്പോൾ എളുപ്പം അലിഞ്ഞ് കിട്ടാനാണ് പൊടിച്ചെടുക്കുന്നത്. അടുത്തതായി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ബനാന റെഡിയാക്കാം. ഞാൻ 2 പഴുത്ത ഏത്തയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഏത്തയ്ക്ക അല്ലാതെ പഴവും ചേർക്കാവുന്നതാണ്. എത്രയും പഴുത്തതാണോ അത്രയും നല്ലതാണ്. അത് സ്കിൻ മാറ്റി റെഡിയാക്കി എടുക്കാം. ഇതുപോലെ അല്പം കറുപ്പ് വീണ തൊലിയോട് കൂടിയ പഴം എടുക്കണം. ഞാനിത് റഫായി കട്ട് ചെയ്ത് മിക്സി ജാറിലിട്ട് അടിച്ചെടുക്കുകയാണ്. ഒരു സ്മാഷറോ ഫോർക്കോ ഉപയോഗിച്ചും ഉടച്ചെടുക്കാവുന്നതാണ്. ഇത് കണ്ടോ, പഴം നല്ലതായി അരച്ചെടുത്തിട്ടുണ്ട്. പേസ്റ്റ് ഞാനിവിടെ മാറ്റി വെക്കുന്നു. ഒരു വലിയ ബൗളിലേക്ക് കേക്കിന് ആവശ്യമായ 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട നന്നായി ഒരു എഗ് ബീറ്ററോ ഹാൻഡ് ബ്ലെൻഡറോ ഉപയോഗിച്ച് അടിച്ചെടുക്കണം. അതിലേക്ക് ഷുഗർ പൊടിച്ചത് 2-3 തവണയായിട്ടിട്ട് ബ്ലെൻഡർ ഉപയോഗിച്ച് നല്ലതായി മിക്സ് ചെയ്യണം. അടുത്തതായിട്ട് ബട്ടർ ചേർക്കാം. 100 ഗ്രാം ബട്ടർ ചേർക്കുന്നു. ബട്ടർ റൂം ടെമ്പറേച്ചറിലാക്കി ഉപയോഗിക്കണം. ബട്ടർ ചേർത്തതിന് ശേഷം നന്നായി ബ്ലെൻഡ് ചെയ്ത് എടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. തയ്യാറാക്കി വെച്ച മൈദപ്പൊടി കുറേശ്ശെ ചേർത്ത് ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ചാൽ മതി. മിക്സി ജാറോ ബീറ്ററോ ഒന്നും ഇനി വേണ്ട. പൊടി കുറച്ച് മാത്രമായിട്ടിട്ട് കൊടുക്കുക. നന്നായി ഇളക്കി ഇതുപോലെ അടിച്ചെടുക്കുക. ഇതിലേക്ക് തയ്യാറാക്കി വെച്ച ബനാന പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. ബനാന പൾപ്പ് ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ കറുവപ്പട്ട പൊടിച്ചത് ചേർത്തിളക്കാം. അതിൻ്റെ കൂടെ 1 നാരങ്ങയുടെ തൊലി ചിരണ്ടിയിടാം. ഔട്ടർ തൊലി മാത്രം ഇടാൻ ശ്രദ്ധിക്കണം. അകത്തുള്ള വൈറ്റ് പാർട്ട് ഇടരുത്, അത് കഴിക്കും. 1/4 കപ്പ് ഓയിൽ ചേർക്കാം. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ചേർത്താൽ മതി. നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് നട്ട്സ് ചെറുതായി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാഷ്യൂ നട്ട്സും വാൾനട്ട്സുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കിയ കാരമലൈസ്ഡ് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന പോലെ നല്ലൊരു ബ്രൗൺ കളർ വരും. 1 നുള്ള ഉപ്പ് ചേർക്കുന്നു, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക.
ഒരു കേക്ക് ടിന്നിൽ അല്പം ഓയിൽ തേച്ച് ബട്ടർ പേപ്പർ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈവനായിട്ട് എല്ലായിടത്തും ഒരുപോലെ ഒഴിക്കുക. ലെവൽ ചെയ്യാനും അകത്തുള്ള എയർ ബബിൾസ് പോകാനും വേണ്ടി 1-2 പ്രാവശ്യം ടാപ്പ് ചെയ്തെടുക്കുക. ബാറ്ററിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ബേക്കിംഗ് പൗഡർ ചേർത്ത മൈദയിൽ ഇട്ടെടുത്തതാണ് നട്ട്സ് താന്നു പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് 20 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 165 ഡിഗ്രി സെൽഷ്യസിൽ 30 to 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റിന് ശേഷം ഒരു സ്ക്യൂവർ ഉപയോഗിച്ച് കുത്തി നോക്കുക. അതിൽ പറ്റിയിരിപ്പില്ല എങ്കിൽ അത് ബേക്കായി എന്നാണ്. നമ്മുടെ കേക്ക് നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. വെളിയിലെടുത്ത് ചൂട് മാറാൻ വെക്കാം. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി കേക്ക്. തണുത്ത ശേഷം കട്ട് ചെയ്തെടുക്കാം. നല്ല മയമുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള രുചിയുള്ള ബനാന കേക്ക്. ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റിയായ കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫെസ്റ്റിവൽ ടൈമിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണം. നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്നെങ്കിലും അറിയിക്കണം. മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്തും. കീപ് വാച്ചിങ്. താങ്ക് യു.